ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് നമ്മൾ വ്യോമസേനയ്ക്ക് വേണ്ടി 114 റഫേൽ വിമാനങ്ങൾ വാങ്ങുവാനുള്ള തീരുമാനത്തിന്റെ ഏകദേശം അവസാന സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ലോക രാജ്യങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു മിലിറ്ററി അല്ലെങ്കിൽ ഡിഫൻസ് പർച്ചേസ്, പ്രത്യേകിച്ച് വ്യോമസേനയ്ക്ക് വേണ്ടി ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിക്കുന്ന ഒരുപക്ഷെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി പർച്ചേസ് ആയിരിക്കാം ഇതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇനിയും നമുക്കിതിന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, അതായത് നമ്മുടെ പ്രധാനമന്ത്രി ചെയർ ചെയ്യുന്ന ആ കമ്മിറ്റിയുടെ തീരുമാനം കൂടെ, അപ്രൂവൽ കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അല്ലെങ്കിൽ DAC, നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ, രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിൽ അവരുടെ DAC എന്ന് പറയുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ, അവരാണ് ഏകദേശം നമ്മുടെ ഡിഫൻസിന് വേണ്ടിയുള്ള ക്യാപിറ്റൽ എന്താണ് പറയുന്നത് എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്ന് വെച്ചാൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ എല്ലാം തീരുമാനങ്ങൾ എടുക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കൗൺസിലാണ് DAC എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിലേക്ക് അത് പോകും. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അപ്രൂവ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ് സാധാരണ നമുക്ക് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 3.25 ലക്ഷം കോടി രൂപയുടെയാണ് ഫ്രാൻസുമായിട്ട് ഉള്ള ഈ ഒരു പ്രതിരോധ കരാർ. ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള ഉന്നതാധികാര സമിതി, അതാണ് ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ തീരുമാനം അപ്രൂവൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ്. ഇന്ത്യൻ വ്യോമസേന കുറേ നാളുകളായിട്ട് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. കാരണം നമുക്ക് ശരിക്കും വേണ്ടത് 42.5 സ്ക്വാഡ്രൺ ആണ് വേണ്ടത്. പക്ഷേ ഇപ്പം ഫലത്തിൽ എന്ന് പറഞ്ഞാൽ പേരിൽ നമുക്ക് 29 സ്ക്വാഡ്രൺസേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതും നമുക്ക് അത്യാധുനികമായിട്ടുള്ള വിമാനങ്ങളൊന്നും ഇല്ല തന്നെ. ശരിക്കും ചൈനയൊക്കെ വളരെ മുൻപന്തിയിലാണ് സ്റ്റെൽത്തിൻ്റെ ഒക്കെ കാര്യത്തിലും. ചൈനയ്ക്കുള്ളതുകൊണ്ട് പാകിസ്ഥാനും കുറേയൊക്കെ കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും എയർ സുപ്പീരിയോറിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് അല്പം പുറകിലേക്ക് നമുക്ക് പോകേണ്ട വന്ന, അല്ലെങ്കിൽ നമ്മൾ പുറകിലാണ് എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഈ 114 നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ നമുക്ക് 90 ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പരിപാടിയാണ്. അപ്പം നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും നിർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് എയർഫോഴ്സിലേക്ക് ഇൻഡക്ട് ചെയ്യാൻ സാധിക്കത്തില്ല, അതിന് സമയമെടുക്കും. ബാക്കി 24 ഒരുപക്ഷെ ഫ്ലൈ അവേ കണ്ടീഷനിൽ ഫ്രാൻസിൽ നിന്ന് നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഫ്രാൻസിൽ കുറെ നിർമ്മിച്ചിട്ട്, അത് കൃത്യമായി എനിക്കറിയത്തില്ല ഫ്രാൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന നമ്പർ എത്രയെന്ന് എനിക്കറിയില്ല. അപ്പം 90 ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടിയാണ്. അതിൽ 50% ഈ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള എന്താണ് പറയുന്നത് കണ്ടന്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കമ്പോണൻസും പാർട്സും ഒക്കെ തന്നെ ആയിരിക്കും 50%. ബാക്കി ഫ്രാൻസിൽ നിർമ്മിക്കുന്നതായിരിക്കും. പക്ഷേ 90 മാനുഫാക്ചർ ചെയ്യുന്ന, അസംബിൾ ചെയ്യുന്ന എല്ലാം തന്നെ ഇന്ത്യയിലായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പറഞ്ഞ 114 റഫേൽ ജെറ്റ്സിന് പുറമെ P-8I മാരിടൈം സർവലൻസ് 6, അത് ആന്റി സബ്മറൈൻ വാർഫെയർ എയർക്രാഫ്റ്റ് ആണ്. നമ്മൾ US നിന്ന് വാങ്ങിക്കാൻ വേണ്ടി അതിനും DAC അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടും, ഒരുപക്ഷെ ലോകത്തിൻ്റെ വ്യോമസേനകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുമായിരിക്കും ഇത്രയും നമ്പർ ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിക്കുവാൻ അറ്റ് എ ടൈം മേടിക്കാൻ ഒരു രാജ്യം തീരുമാനമെടുക്കുന്നു. കാരണം ഇന്ത്യക്ക്, നമ്മൾ നേരത്തെ പല സാഹചര്യങ്ങളിൽ ഇത് പറഞ്ഞാണ്, കാരണം ഇന്ത്യക്ക് ഇനിയും വെയിറ്റ് ആൻഡ് സീ പോളിസിയിൽ കൂടെ ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം ഇന്ത്യക്ക് ആവശ്യമായതിലും വളരെ കുറച്ച് സ്ക്വാഡ്രൻസ് മാത്രമേ ഉള്ളൂ നാമമാത്രമായിട്ട്. 29 നമുക്ക് പറഞ്ഞാൽ തന്നെയും അത് ഇഫക്റ്റീവ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്തിൽ ഒത്തിരി സ്ക്വാഡ്രൻസ് ഒക്കെ തന്നെ ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ തദ്ദേശീയമായി നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മളുടെ ആ ഒരു കപ്പാസിറ്റി ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ തേജസിന്റെ കാര്യത്തിലൊക്കെ നമ്മളായിട്ടില്ല. അതൊരു അഡ്വാൻസ്ഡ് മൾട്ടി കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന്റെ നിർമ്മാണത്തിന്
നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ്. കാരണം അതിനൊക്കെ ഏകദേശം തുടക്കങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതൊക്കെ 2035 നമ്മുടെ സേനയിൽ ഇൻഡക്ട് ചെയ്യാനുള്ള പരിപാടി. പക്ഷേ നമുക്കറിയാം ഇപ്പം 2026 9 വർഷം കൊണ്ട് അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല. പക്ഷേ ഇന്ത്യക്ക് കാരണം വളരെ ഇതൊന്നും പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കാലതാമസം എടുക്കും. എന്നാലും കാലതാമസം എടുത്താലും തീർച്ചയായിട്ടും ഇന്ത്യ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുള്ള മാറ്റങ്ങളും തുടക്കങ്ങളും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അതിനകത്ത് നമുക്ക് അഭിമാനിക്കാനാണ്. അല്പം കാലതാമസം എടുത്താലും നമുക്കതൊക്കെ സാധ്യമാക്കി എടുക്കാൻ സാധിക്കും. തൽക്കാലം നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇപ്പോഴും അല്ലെങ്കിൽ ഇതുപോലുള്ള ഫ്രാൻസ് അല്ലെങ്കിൽ റഷ്യ, ഈവൻ അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളെ നമുക്ക് ആശ്രയിച്ചേ വരത്തുള്ളൂ. അപ്പോൾ ഈ 42 സ്ക്വാഡ്രണിലേക്ക് നമുക്ക് എന്തായാലും ഈ 114 റഫേൽ വന്നു കഴിഞ്ഞാലും നമുക്ക് സ്ക്വാഡ്രൺസ് ഇത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് ഈ തേജസിന്റെ അല്ലെങ്കിൽ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ ഒക്കെ തന്നെ ആവശ്യങ്ങൾ നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്ക്വാഡ്രൺസിന് നമുക്ക് തീർച്ചയായിട്ടും വേണ്ട അളവിൽ അല്ലെങ്കിൽ വേണ്ട ആ സ്ക്വാഡ്രൺസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വളരെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ എയർഫോഴ്സിനെ സംബന്ധിച്ച് വളരെ എന്താണ് പറയുന്നത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞ റഫേലിന്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുത്തത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധു സമയത്ത് ഇത് നമുക്ക് വളരെ എന്താണ് പറയുന്നത് എത്രത്തോളം പാകിസ്ഥാനെ നമുക്ക് എന്താ മുൾമുനയിൽ നിർത്താൻ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് അറ്റാക്ക് നമുക്ക് ഈ പറഞ്ഞ യുദ്ധവിമാനം ഉപയോഗിച്ച് നടത്തുവാൻ സാധിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിലെ നായകൻ ഹീറോയാണ് റഫേൽ. അപ്പോൾ അതുകൊണ്ടാണ് റഫേൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർഫോഴ്സിന്റെ ചീഫാണ് ഇതിനെ റഫേൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ മുന്നോട്ട് പോയത്. അപ്പം ഇങ്ങനെയുള്ള ഈ പറഞ്ഞ യുദ്ധവിമാനങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ചൈനയൊക്കെ വളരെ മാസീവായിട്ട് അവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്തും 5th ജനറേഷൻ കഴിഞ്ഞാൽ 6th ജനറേഷനും ഒക്കെ കംപ്ലീറ്റ് ആയെന്നുണ്ട് നമുക്ക്. പിന്നെ അവരുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇപ്പോൾ അമേരിക്കയെ വെല്ലുന്ന തലത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ അയൽരാജ്യം എന്നുള്ളൊരു വസ്തുത യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ട് നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കത്തില്ല. കാരണം ചൈനയുടെ മാത്രം പ്രശ്നമല്ല, ചൈന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒക്കെ തന്നെ അവരുടെ മിലിറ്ററിയുടെ എയർഫോഴ്സിന്റെയും നേവിയുടെ ഒക്കെ തന്നെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് ഇതുപോലുള്ള പരിതാപകരമായിട്ടുള്ള അവസ്ഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കതിനെ കൗണ്ടർ ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നമുക്ക് സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എടുക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാഹചര്യം ആണിപ്പോൾ. എന്നാൽ നമുക്ക് സ്വന്തമായി നിർമ്മിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ നമുക്ക് തീർച്ചയായിട്ടും മേടിച്ച് നമ്മുടെ എയർഫോഴ്സിലേക്ക് അല്ലെങ്കിൽ വ്യോമസേനയിലേക്ക് നമുക്ക് അതിനെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് മറ്റൊന്നും ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഈ റാഫേൽ ഈ വാങ്ങിക്കുക എന്നുള്ളതിന് അപ്പുറം നമ്മൾ തദ്ദേശീയമായിട്ട് നമ്മളുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള നമ്മളുടെ മാനുഫാക്ചറിങ് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ മാനുഫാക്ചറിങ്ങിനെ കൂടുതൽ നമ്മൾ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു ആവശ്യം കൂടെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ റഫേൽ വിമാനങ്ങൾക്ക് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് നാവികസേനയ്ക്ക് വേണ്ടി 6 P-8I സമുദ്ര നിരീക്ഷണ സർവലൻസ് ആണത്. അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞ DAC അപ്രൂവൽ ആയിട്ടുണ്ട്. അതുപോലെ സ്കാൽപ്പ് ക്രൂയിസ് മിസൈലുകളും ഫ്രാൻസിൽ നിന്ന് മേടിക്കുന്നതിന് വേണ്ടി DSCയുടെ അപ്രൂവൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാൻസുമായിട്ട് ഈ 114 റഫേൽ വിമാനങ്ങൾ വാങ്ങിക്കുന്നതിനോട് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ഈ പ്രതിരോധ മേഖലയിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാവുന്നതാണ്. അതുകൊണ്ട് പുതിയ തലമുറയിലെ ഈ റഫേൽ സ്റ്റെൽത്ത് അല്ല, ഈ അത് ജനറേഷൻ 5th അല്ല, ഏതാണ്ട് 4.5 ആണ് ജനറേഷൻ പറയുന്നത്. സോറി. പക്ഷെ എന്നാലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അത്യാധുനികമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള, കാരണം ഫ്രാൻസിന്റെ ആണല്ലോ, അത്രയ്ക്ക് മോശമായുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ആണ് തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ വ്യോമസേനയുടെ അല്ലെങ്കിൽ പ്രതിരോധ മേഖലയുടെ നമ്മുടെ ശേഷി പാകിസ്ഥാനെ പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ പരിധി നിർത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ
സംശയമൊന്നുമില്ല. പക്ഷേ നമുക്ക് ചൈനയെ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഇതൊന്നും പോരാ എന്നുള്ളതാണ്. നമുക്ക് തീർച്ചയായിട്ടും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്നുള്ളൊരു എന്താണ് പറയുന്നത്, സ്റ്റാറ്റസിലേക്ക് എന്ന് വെച്ചാൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് തൽക്കാലം പറ്റത്തില്ല. എന്തായാലും റഷ്യയിൽ നിന്ന് ഈ പറഞ്ഞ Su-57 വാങ്ങിക്കാനുള്ള തീരുമാനം ചിലപ്പോൾ താമസിയാതെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ മാത്രമേ ഇന്ത്യക്ക് തൽക്കാലം എങ്കിലും നമുക്ക് ചൈനയ്ക്കെതിരെ ഒരു മിലിറ്ററി എഡ്ജ് നമുക്ക് എഡ്ജ് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടത്തില്ലെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ച- ഏഹ് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രൊവോക്കേഷൻ നമുക്കൊന്ന് കണ്ടെയ്ൻ ചെയ്ത് നിർത്താൻ വേണ്ടി തീർച്ചയായിട്ടും അതുപോലുള്ള അഡീഷൻസ് നമുക്ക് വളരെ അത്യാവശ്യമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ ഫൈറ്റർ ജെറ്റിന്റെ പ്രോഗ്രാംസ് നമ്മുടെ തദ്ദേശീയമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് LCA ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് MK-1A, അതുപോലെ തന്നെ LCA MK-2, അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ എയർഫോഴ്സിലേക്ക് ആഡ് ചെയ്യാൻ കുറെ സമയമെടുക്കും. അതാണ് ഫിഫ്ത്ത് ജനറേഷൻ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് AMC എന്നുള്ളത്. അത് തീർച്ചയായിട്ടും 2035-ലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ AMCA. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനിടയ്ക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഇന്ത്യൻ പ്ലാനേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക് തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ഭരണകൂടത്തിന്റെ തലപ്പത്ത് മുതലും അതുപോലെ നമ്മുടെ മിലിറ്ററി പ്ലാനേഴ്സും സ്ട്രാറ്റജിക് തിങ്കേഴ്സും എല്ലാം തന്നെ ഈ ഇടക്കാല ആശ്വാസം എന്ന രീതിയിൽ ഈ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ഒരു സെപ്പറേറ്റ് രണ്ടോ മൂന്നോ സ്ക്വാഡ്രൺ നമ്മൾ റഷ്യയിൽ നിന്നായിരിക്കും ചിലപ്പോൾ വാങ്ങിക്കാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഇത്രയും 114 റഫേൽ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന്റെ അന്ന് രണ്ടോ മൂന്നോ സ്ക്വാഡ്രൻസ് തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് മേടിച്ച് നമുക്ക് എയർഫോഴ്സിലേക്ക് ആഡ് ചെയ്യാനുള്ള സാധ്യത ഇടക്കാലം എന്ന് വെച്ചാൽ ഈ AMCA നമുക്ക് എന്നുള്ള ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നതിന് മുമ്പ് അത് 2035 പറഞ്ഞിട്ടുണ്ട് ഉള്ളതെങ്കിലും നമുക്ക് ആ സമയത്തേക്ക് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. കാരണം ഒത്തിരി കടമ്പകൾ നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ചൈനയ്ക്ക് ഇത്രയും എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 4-5 ദശാബ്ദങ്ങളായിട്ട് അവര് ഈ മേഖലയിൽ കിടന്ന് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ ഒരു അവസ്ഥയിൽ അവർ എത്തിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കും അതുപോലുള്ളൊരു യാത്ര നമുക്കറിയാം. ഇപ്പൊ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL തന്നെ ഈ പറഞ്ഞ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസിന്റെ കാര്യത്തിലൊക്കെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് കിടന്ന് ഇല്ലേ കട്ട കടിക്കുകയാണ്. അപ്പോൾ ഒത്തിരി നമുക്ക് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നമുക്ക് ഈ എന്താ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള സാങ്ഷൻസിന്റെ ഭീഷണികളും സമ്മർദ്ദങ്ങളും എൻജിൻസ് ഒക്കെ തന്നെ നമ്മൾ അവരിൽ നിന്നല്ല മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് സമയാസമയത്ത് കിട്ടാത്തതും അല്ലെങ്കിൽ അത് ലഭ്യമാകാത്തതും നമ്മൾ തദ്ദേശീയമായിട്ട് നമുക്ക് അതിനെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കാത്തതൊക്കെ തന്നെ വലിയ പ്രശ്നമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരാജയങ്ങൾ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ടും പരാജയങ്ങളെ നേരിട്ടുകൊണ്ടും മാത്രമേ നമുക്ക് അവസാനം അതിൻ്റെ ഒരു പരിസമാപ്തിയായിട്ടുള്ള വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേടിയെടുത്ത എല്ലാ വിജയങ്ങളും പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയുമായിട്ട് നമ്മുടെ DRDOയും അതുപോലെ തന്നെ നമ്മുടെ സ്പേസ് ഏജൻസി ISRO ഒക്കെ തന്നെ നമ്മൾ നേടിയെടുത്ത എല്ലാ വിജയങ്ങളും തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു ചൂടുവയ്പ് കൊണ്ട് മാത്രം നമ്മൾ നേടിയെടുത്തില്ല. കാരണം ഇതിനകത്തേക്ക് ഒത്തിരി ട്രയൽ ആൻഡ് എറേഴ്സ് ഉണ്ട്, ഒത്തിരി പരാജയങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഒത്തിരി പരാജയങ്ങൾ എന്ന് പറയുമ്പം നമ്മളിത് ഈ ഒരു സിസ്റ്റം ഇപ്പൊ ഒരു സാറ്റലൈറ്റ് ആയാലും അല്ലെങ്കിൽ ഒരു വെപ്പൺ സിസ്റ്റം ആയാലും നമ്മളത് ഉണ്ടാക്കിയെടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നില്ല. കാരണം അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി ഈ പറഞ്ഞ സാങ്ഷൻസ്, അമേരിക്കയുടെ ഭീഷണികൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലുമൊക്കെ കമ്പോണൻസിന്റെ പാർട്സിന്റെ ഒക്കെ ലഭ്യതക്കുറവ്, നമുക്ക് തദ്ദേശീയമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തതിന്റെ ഒരു അല്ലെങ്കിൽ തദ്ദേശീയമായി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ട കപ്പാസിറ്റിയിലുള്ള നമുക്ക് അഭാവം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്തുകൊണ്ട് മാത്രമേ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഒത്തിരി കടമ്പകൾ മുന്നോട്ട് പോയാൽ മാത്രമേ AMCA എന്നുള്ള ആ ഒരു പ്രോജക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും വിജയമായിട്ട് അല്ലെങ്കിൽ എന്താണ് പറയുക ഫലപ്രാപ്തിയിൽ നമുക്ക് എത്തി ഏഹ്, കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. കാരണം പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. അപ്പൊ അതിലേക്ക് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പാകിസ്ഥാനോ അല്ലെങ്കിൽ ചൈനയോട് നമുക്കൊരു എന്താണ് നമ്മുടെ എയർ സുപ്പീരിയോറിറ്റിയുടെ എഡ്ജ് നമുക്ക് നിലനിർത്താൻ വേണ്ടി ഇന്ററിം ഒരു റിക്വയർമെന്റ് എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ സ്ക്വാഡ്രൻസ് തീർച്ചയായിട്ടും നമുക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന്റെ വേണം. അതിപ്പോൾ F-35 മേടിക്കുമോ റഷ്യയിൽ നിന്ന് Su-57 മേടിക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. പക്ഷേ എന്നാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ റഷ്യയിൽ നമ്മൾ മേടിക്കാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ റഫേൽ മേടിക്കാൻ വേണ്ടി 114 റഫേൽ മേടിക്കാൻ വേണ്ടിയുള്ള തീരുമാനം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കും എയർഫോഴ്സിനും വ്യോമസേനയ്ക്കും
അത് വൻ കരുത്തേകുന്ന ഒരു തീരുമാനമായിട്ട് ആണ് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധ മേഖല കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇനിയും നമ്മൾ പഴയതിനേക്കാൾ കൂടുതൽ അയൽ രാജ്യങ്ങളുടെ പക്കൽ നിന്നും, പ്രത്യേകിച്ച് ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ മൂന്ന് രാജ്യങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഇന്ത്യയെ എന്താ പറയുന്നത് ഏം, ആക്രമിക്കാൻ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവര് ഈ പ്രത്യേകിച്ച് ഇനിയിപ്പം ബംഗ്ലാദേശിൽ ഇലക്ഷൻ കഴിഞ്ഞു, പുതിയ ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഇന്ത്യയോട് പരമ്പരാഗതമായിട്ട് ട്രഡീഷണലായിട്ട് സൗഹൃദത്തിലല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് അവിടെ ഇപ്പോൾ പുതിയ ഭരണ സംവിധാനം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവര് ചൈനയുമായിട്ടും പാകിസ്ഥാനായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള സ്വാധീനം ബംഗ്ലാദേശിൽ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈന ഈ പറഞ്ഞ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ അണിനിർത്താനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നതുണ്ട്. ഇന്ത്യക്ക് കൂടുതൽ ഈ പറഞ്ഞ പ്രതിരോധ മേഖലയിൽ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എയർഫോഴ്സും നേവിയും ഒക്കെ തന്നെ നമുക്ക് കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തദ്ദേശീയമായിട്ട് നമുക്ക് വികസിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ വെളിരാജ്യങ്ങളിൽ നിന്ന്, റഷ്യ, ഫ്രാൻസ്, അമേരിക്ക, ഇസ്രായേൽ, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ മിലിറ്ററിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസിന് വേണ്ട അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങി നമുക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ അതിർത്തിയെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ആവശ്യം ഉയർന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ നേരിടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.